അല്ല ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് വോട്ടൊക്കെ പിടിക്കാൻ പോണ്ടേ? എന്ത് നമ്മളല്ലേ ജയിക്കും, അത് ഉറപ്പാ. അല്ല പിന്നെ നമ്മൾ ജയിക്കോ? നമ്മൾ ജയിക്കും അല്ലേ? ഏതാതെ പിന്നെ വമ്പിച്ച കുടിയിൽ ജയിക്കും, അതിൽ സംശയമില്ല. നമ്മളിവിടെ ഇരുന്നിട്ടുള്ള ഒരു വോട്ട് കിട്ടുന്ന ഒരു പിള്ളേർ കുട്ടികൾ ആണ്ടാ വോട്ട് കിട്ടാൻ നിങ്ങളിവിടെ എന്തൊക്കെ വികസനം കൊണ്ടുവന്നു അല്ലേ? ഏതാതെ ഒന്ന് പറഞ്ഞു കൊടുക്കും. എന്തോ വികസന കണ്ടതാണ്. ഞാനോ ഇഷ്ടം പോലെ വികസനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചു, എന്ത് തേങ്ങ കൊണ്ടുവന്നത്? ഇഷ്ടം പോലെ ഉണ്ടല്ലോ, റോഡുകൾ, കാറുകൾ. റോഡിലൂടെയാണല്ലോ കാറ് പോകുന്നത്. റോഡുകൾ, കാറുകൾ, കനാലുകൾ. ഇവർക്ക് പിന്നെ പ്രകൃതി പറയാനുള്ളതാണ്. ഇതൊക്കെ ഇവിടെ നൂറ്റാണ്ട് മുമ്പ് ഇവിടെ ഉള്ളതാണ്. എന്ത് അതല്ല, നിങ്ങളിപ്പോ തല്ലേ പോലെ വികസനമല്ല, അത് പണ്ടേ ഉള്ള തനിക്ക് പിടിക്കുന്നില്ലേ? നമ്മൾ ഓടിച്ചോണം. ശരിക്കും ഞങ്ങളെ പാട്ടുള്ള വേറെ ആരും പാട്ടുകൾ അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. ഇതൊക്കെ പൗരന്റെ അവകാശമാണല്ലോ. എടാ പൗരന്റെ അവകാശല്ലേ? എടാ വോട്ടായി പോയി, ആവശ്യമായി പോയി. ഞാനുണ്ട്. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾ മടക്കണം, വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. ചേച്ചി നമസ്കാരം. ആരാത്? മോനാൻ തോന്നുന്നില്ല. ലക്ഷണക്കല്ലേ വോട്ട് ചെയ്യാൻ വന്നതാ. ഇദ്ദേഹമാണ് നമ്മുടെ സ്ഥാനാർത്ഥി. മാറിക്കോ. ഇദ്ദേഹമാണ് നമ്മുടെ സ്ഥാനാർത്ഥി മടിയിരിക്കുന്നതായി സുരേന്ദ്രൻ. വോട്ട് തരട്ടോ. എന്ത് നല്ല മനുഷ്യൻ. കഴിഞ്ഞ ഇലക്ഷനല്ലേ കാണുന്നേ, പിന്നെ കാണുന്ന ഇപ്പ സന്തോഷം. അങ്ങനെ പറയരുത്. അതല്ലേട്ടാ, ഞങ്ങള് വികസനത്തിന് വേണ്ടി വന്നതാ. വികസനമാണ് നമ്മുടെ ലക്ഷ്യം. എടാ, നിങ്ങൾ എന്ത് വികസന കൊണ്ടുപോകുന്ന എവിടാ? കഴിഞ്ഞത് വീടോ, ഇനി വരാതെ നിൽക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ പോരെ. എന്നെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ മൊബൈൽ ഡാറ്റയുടെ സ്പീഡ് ഞാൻ വർദ്ധിപ്പിക്കും. അത് മാത്രമല്ല, നിങ്ങളെ ചാർജർ തിരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഓഫീസിൽ നിന്ന് പവർ ബാങ്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾ ഇത്രയും പറഞ്ഞത് ഞാൻ കാര്യം കൊണ്ട് വരട്ടെ. ഞാൻ നാളെ ദുബായി പോകും. അല്ലേട്ടാ, ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പോയാ പോയി. അതേ, എനിക്കിവിടെ വോട്ടില്ല. ഞാൻ പണ്ടേ ദുബായിലല്ലേ. എന്റെ വോട്ട് അവിടെയാ. അല്ല, ചേട്ടന്റെ ഭാര്യ മക്കളൊക്കെ അവരൊക്കെ അവിടെ ആദ്യം സെറ്റിൽഡാ. ഞങ്ങളങ്ങോട്ട് അമ്മൂണ്ടാക്കിട്ട് കൂടാ.